ഹലോ, ഞാൻ ഇന്ന് ചെറിയൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ തയ്ക്കുമ്പോഴത്തേക്കിന് ബനിയൻ ടൈപ്പ് ഡ്രസ്സ് തയ്ക്കുമ്പോഴത്തേക്കിന് സ്റ്റിച്ച് പലയിടത്തും പിടിക്കത്തില്ല. അതായത് പകുതി സ്റ്റിച്ച് പിടിക്കാതാണ് പോകണത്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ വേറൊരു രീതിയായിരുന്നു. അതിൽ നിന്ന് ഞാൻ വ്യത്യസ്തമായിട്ട് ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ലൈവായിട്ട് ട്രൈ ചെയ്ത് നിങ്ങളെയും കൂടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുമ്പം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഞാൻ സാധാരണ ഇതിപ്പോൾ എൻ്റെ ഒരു ക്രോപ്പ് ടോപ്പാണ്. അതിലാണെങ്കിൽ ഇതാണ് ഞാൻ ഇതുപോലെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അപ്പം ഓൾട്ടർ ചെയ്യുമ്പം നമ്മുടെ ആ ഒരു ത്രെഡ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം വേറൊരു കളർ ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പകുതി എടുത്ത് നോക്കുമ്പോൾ കാണാമല്ലോ, നൂല് പിടിച്ചിട്ടില്ല. പകുതി എടുത്തെന്ന് വെച്ചാൽ പകുതി എടുത്ത് നൂല് പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ സാധാരണ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യം ഞാൻ ഓൾട്ടർ ചെയ്ത് നോക്കിയപ്പോഴത്തേനും നൂല് പിടിച്ചിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ ഇങ്ങനെ നൂല് പിടിക്കാതെ വരുമ്പോഴത്തേക്കിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ന്യൂസ് പേപ്പർ എന്നല്ല, എന്തെങ്കിലും ഒരു പേപ്പർ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ താഴ്വശത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പൊക്കത്തൂടെ സ്റ്റിച്ച് ചെയ്യുവാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇപ്പം കുറച്ചും കൂടെ നമ്മൾ നൂല് പിടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റേ നമ്മൾ ഒന്നുമില്ലാതെ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഇതുപോലെ നൂല് പിടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോയിൽ കണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നൂല് പിടിക്കുമെന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. മറ്റേ ഈ ടേപ്പിൻ്റെ പേരെന്തായിരുന്നു? ഇൻസുലേഷൻ ടേപ്പ് എന്നല്ലായിരുന്നോ? കറക്റ്റ് ഞാൻ പേര് ഓർക്കുന്നില്ല. ഇതിൻ്റെ റെഡും ബ്ലാക്കും ഒക്കെ കളറിലും ഉണ്ടല്ലോ, അങ്ങനത്തെ ടേപ്പ്, കട്ടിയുള്ള ടേപ്പ്. ആ ടേപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് എന്നാ പറയുന്നത്, നൂല് പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും അതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെയാണ് നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രൈ ചെയ്യുന്നത് ഞാൻ വീഡിയോയും കൂടെ എടുക്കുകയാണ്. സ്റ്റിച്ച് പിടിക്കുകയോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റ് നിങ്ങളെ ലൈവായിട്ട് തന്നെ ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ പ്രഷർ ഫൂട്ടിൻ്റെ താഴ്വശം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഫ്ലാറ്റായിട്ട് വരുന്ന ആ ഒരു പോർഷന്, അവിടെ ഫുള്ളായിട്ട് ഇതുപോലെ നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടത്. നമ്മുടെ ക്യാമറയുടെ വെളിയിലായിട്ടായിരുന്നു എൻ്റെ ഈ പരിപാടീസ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴായിരുന്നു ഞാനും കണ്ടത്. എനിവേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ പ്രഷർ ഫൂട്ടിൻ്റെ താഴ്വശത്തായിട്ട് തേണ്ട ഇതുപോലെ ഇൻസുലേഷൻ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ പ്രഷർ ഫൂട്ട് ഇടുന്നത് പോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം എന്തായാലും എനിക്ക് ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അന്നേരം ഇപ്പം നിങ്ങളോടിപ്പം ഞാൻ പറയുന്നില്ല, ലാസ്റ്റ് നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രഷർ ഫൂട്ടൊക്കെ ടൈറ്റ് ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോഴും വേറെ ത്രെഡ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് വീഡിയോയ്ക്ക് അത് കാണണമല്ലോ. ഈ സെയിം കളർ ത്രെഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണണമെന്നുണ്ടെങ്കിൽ വേറെ കളർ ത്രെഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്താലല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും സക്സസ് ആയി എന്നെനിക്ക് മനസ്സിലായി. സംഭവം വർക്കിംഗ് ആണ് എന്താണെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഇതുപോലെ നമ്മുടെ ബനിയൻ ടൈപ്പ് ടോപ്പ് അല്ല പാൻറ്റ് ഇതൊക്കെ ഒന്ന് വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻസുലേഷൻ ടേപ്പ് നമ്മുടെ ഫൂട്ടിൻ്റെ താഴ്വശത്തായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അത് നന്നായിട്ട് തന്നെ ത്രെഡ് പിടിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നോർമൽ സ്റ്റിച്ചിങ് എങ്ങനെയാണ് പോകുന്നത് അതേപോലെ തന്നെ ത്രെഡ് പിടിക്കുന്നതുകൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ന്യൂസ് പേപ്പർ വെക്കുന്നതിനേക്കാളും ഒന്നും കൂടെ പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കറക്റ്റ് ആ സാധാരണ സ്റ്റിച്ച് എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ ഓൾറെഡി ഞാൻ ഒരു അടുപ്പടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള വണ്ണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മറ്റേത് എനിക്ക് അഴിച്ചു വിടണം. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് അടിച്ചിട്ടില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് അടിച്ചെടുത്തതാണ് ചെയ്തത്. അങ്ങനെ രണ്ട് സൈഡ് ഞാൻ എന്തായാലും ഒന്ന് അടിച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ ആ വണ്ണത്തിലല്ല ഇടുന്നത്. അന്ന് ഞാൻ പിന്നെ അഴിച്ചു വിടേണ്ട സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. പക്ഷേ സംഭവം എന്താണെന്ന് പറഞ്ഞാലും വർക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈം ആയിരുന്നു ട്രൈ ചെയ്തത്. അപ്പോൾ എനിക്ക് വർക്കിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു ടിപ്പ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കണ്ടത്. അപ്പോൾ ഞാനത് നിങ്ങളെ കൂടെ കാണിച്ചേക്കാം എന്നോർത്തുകൊണ്ടാണ് ഞാൻ ചെയ്തത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി ബനിയൻ ടൈപ്പ് സ്റ്റിച്ച് ചെയ്താൽ പിടിക്കത്തില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇനി എല്ലാവർക്കും തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് പൊങ്കാല ഇടാനായിട്ട് ആരും വരരുത്. ഈ ടിപ്പ് ഞങ്ങൾക്ക് അറിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ അല്ല എൻ്റെ ഫോളോവേഴ്സിനെയും കൂടെ ഒന്ന് അറിയിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു തന്നേക്കാം എന്നോർത്താണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, തന്നെ നമ്മൾ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ക്യാമറയ്ക്ക് വെളിയിലായി ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനായിട്ട്. അപ്പോൾ എനിവേ എന്തായാലും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ സ്പീഡിലാണ് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ പെട്ടെന്ന് ധൃതിയിൽ നിന്ന് പറയുന്നത് പോലൊക്കെ എനിക്ക് വരുന്നുണ്ട്. കുറേ ദിവസമായി ഞാനിതുപോലെ ഓൺ വോയിസിലൊക്കെ വീഡിയോ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി പഴയതുപോലെ എന്നും പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സംഭവം വർക്കിംഗ് ആണ്. ഇൻസുലേഷൻ ടേപ്പ് നല്ല എനിക്കറിയില്ല, എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അറിയാവുന്നവരെന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടേപ്പ് വർക്കിംഗ് ആണ്, സംഭവം സെറ്റാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.